കുറച്ചൊരു ദമ്മില് പൊളിച്ചുമ്മ. അല്ല ആരകാത്ത ഉടക്കണ് തേങ്ങ ഒഴിച്ചല്ലോ അപ്പൊ വെള്ളത്തിന്. ഡീലോ ഞാൻ ഡാമല്ലോടെ കുത്തി പൊടിക്കണ് തേങ്ങയാണ്. ചെറിയ പാത്രം വല്ല എടുത്തോണ്ട് അടുക്കളയിൽ പോയിട്ട്. പിന്നെ ഞാൻ തള്ളാടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം. കോയിനെ തോളേറ്റി കിടക്കാൻ ജരം മുൻസിയോ പല്ലും കാട്ടി തൊലിച്ച് കൈ തേങ്ങ പൊരിച്ചെന്നാ. ഇതൊക്കെ സിമ്പിൾ അല്ലേ. പേടിച്ചണ്ട, ഇതിപ്പോ ഞാൻ ശരിയാക്കി തരാം. ബീക്കോന്റെ റീയൂസബിൾ കിച്ചൺ ടവൽ ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് ബീക്കോയുടെ റീയൂസബിൾ കിച്ചൺ ടവൽ. ഇത് ബാമ്പ് വെച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഈക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിൽ ഓരോ റോളിലും 20 ഷീറ്റ് വെച്ചിട്ടാക്കിയിട്ടുണ്ടാവും. ഇതൊന്നും പോരാത്തതിന് ഓരോ ഷീറ്റ് നമുക്ക് 100 തവണ വരെ റീയൂസ് ചെയ്യാനും പറ്റും. സാധാരണ നോർമൽ ക്ലോത്ത് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്മെല്ലും കൂടാതെ പെട്ടെന്ന് മുഷിയാനും തുടങ്ങും. ബീക്കോയുടെ ടവലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാഡ് ആയിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പോരാത്തിന് ക്ലോത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പോരാത്തിന് സ്റ്റൗവിലൊക്കെ പറ്റി പിടിക്കുന്ന കറകളാണെന്നുണ്ടെങ്കിലും വഴുവഴുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ ഇത് ഗ്യാസ് സ്റ്റവിലാണെന്നുണ്ടെങ്കിലും ഡൈനിങ് ടേബിളിലാണെന്നുണ്ടെങ്കിലും അതേപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാഷ് ബേസ് ഒക്കെ നമുക്ക് ഇതേപോലെ നല്ല നീറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് കമന്റ് ചെയ്താൽ മതി.